സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി മേരി സൽമ, പ്രിയപ്പെട്ട ഈ വർഷം പെയ്തൊഴിയാറുന്ന ഹെഡിൽ ഇവിടുന്ന് റിട്ടയർമെൻ്റ് റിട്ടയർമെൻ്റ് ആകുന്ന ശ്രീ ഹർലാൽ എസ് ആനന്ദ്, ശ്രീ ബൈജു, ശ്രീ സുബാബു, ശ്രീമതി ലേഖ, ശ്രീ സുനിൽകുമാർ, സുൽദാസ്, ശ്രീ ആന്റണി, ശ്രീ ഏഞ്ചൽ ബി ഗോൺസാൽവസ്, ശ്രീമതി ലേഖ, ശ്രീമതി ശോഭന, പ്രിയപ്പെട്ട എൻ്റെ മുൻ സഹപ്രവർത്തകരെ, റിട്ടയർമെൻറ്റിൽ കാലെടുത്ത് മുന്നിട്ട് വെച്ചിരിക്കുന്ന സ്നേഹം നിറഞ്ഞ അധ്യാപകരുടെ കുടുംബാംഗങ്ങൾ, കഴിഞ്ഞ 13-ന് ഞങ്ങളൊരു സ്നേഹ കൂട്ടായ്മ നടത്തിയിരുന്നു. അതിലേറെക്കുറെ ക്ലിയറായിട്ട് ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ സംവാദം നടത്തിയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം 29-ന് എന്നോട് വരണമെന്ന് പറഞ്ഞു, വരാൻ സാധിച്ചില്ല. ഇന്ന് വരണമെന്നും പറഞ്ഞു. പ്രത്യേകിച്ചും ശ്രീ ഹർലാലും ശ്രീമതി ലേഖയൊക്കെ എന്നെ വിളിച്ച്, ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നലെ 2 മണിക്കൂർ ആകെ ഉറങ്ങിയിട്ടുള്ളൂ. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തലശ്ശേരി പോകേണ്ടി വന്നു. രാവിലെ 9 മണിക്ക് എത്തി, 9-9:30 എത്തിയാണ്. 2 മണിക്കൂർ ഉറക്കം നടത്തിയിട്ട് കാപ്പി കുടിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ചിലപ്പോൾ വാക്കുകൾ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ വർഷം റിട്ടയർ ആകുന്നത് നമ്മുടെ ചേർത്തല പോളിടെക്നിക്ക് വലിയൊരു വൃക്ഷമായി സങ്കല്പിച്ചാൽ അതിൻ്റെ വേരുകൾ അറുത്തു മാറ്റുന്നതിന് തുല്യമാണ് റിട്ടയർമെൻറ്റ്. പക്ഷേ കുറച്ചും കൂടെ ബലവത്തായിട്ട് പറഞ്ഞാൽ അങ്ങനല്ല പറയാനുള്ളത്. ചേർത്തല പോളിടെക്നിക്ക് എന്ന സരസ്വതി ക്ഷേത്രത്തിൻ്റെ അടിത്തറക്കല്ലുകളാണ് ഇളക്കി മാറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതിന് ആലങ്കാരികമുണ്ടാകും. കാരണം ഇവരുടെ സർവീസാണ് ഈ ചേർത്തല പോളിടെക്നിക്ക് മുന്നോട്ട് നിർത്തിയിരിക്കുന്നത്. പലരുടെയും മനസ്സിൽ ചേർത്തല പോളിടെക്നിക്ക് എന്ന ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരും ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഈ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പോകുമ്പോൾ ഭദ്രമായ ഒരു കൈകളിൽ ഏൽപ്പിച്ച് തന്നെയാണ് ഞാൻ പോയത്. ശ്രീ ഹർലാൽ എസ് ആനന്ദ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദര തുല്യനുമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചു വരുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പക്ഷേ ഞാൻ പിന്തുടർന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായിട്ടും അർത്ഥമുള്ള രീതിയിലും ഇത് ഫ്രൂട്ട്ഫുള്ളായിട്ട് രീതിയിലുമൊക്കെ ഈ ചേർത്തലയെ നയിച്ചു. തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ എനിക്ക് ചേർത്തല പോളിടെക്നിക്കിൽ നിന്ന് റിട്ടയർ ആകണമെന്ന ആഗ്രഹത്തിൽ DT വരെ എതിർത്തതാണ്. എന്നിട്ട് എനിക്ക് ഇവിടെ ഒരു 6 മാസത്തേക്ക് സമയം തരികയും തിരിച്ച് എനിക്ക് നല്ല രീതിയിൽ ഭദ്രമായ കൈകളിൽ ഏൽപ്പിച്ച് അതേപോലെ തിരിച്ച് ഈ പോളിടെക്നിക്ക് എനിക്ക് നൽകുകയും എനിക്ക് പ്രിൻസിപ്പളായിട്ട് വീണ്ടും ഇവിടെ തുടരാൻ ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ആ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷനായി മാറി. അതിന് ധാരാളം, എനിക്ക് തോന്നുന്നു ധാരാളം ഫോളോവേഴ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ മീഡിയയിൽ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ പലരും അത് ചർച്ചാ വിഷയമാക്കിയ ഡയറക്ടറേറ്റിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെയ്തൊഴിയാതെ കഴിഞ്ഞ വർഷം 2023 ഇപ്പോൾ 2024 വന്നിരിക്കുന്നു. വ്യക്തികളുടെ നഷ്ടമല്ല, സമൂഹത്തിൻ്റെ നഷ്ടം തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ ഹർലാൽ എസ് ആനന്ദ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി, ഇതിൻ്റെ ആംബിയൻസിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, രക്ഷകർത്താക്കൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭരണം കുറച്ചും കൂടെ നല്ല
കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയും വ്യക്തിപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും എന്തെല്ലാം കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കും അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓർക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് നടത്തുന്നത് ഈ അറിഞ്ഞുകൂടാത്തവർക്കും കൂടെ ഇത് പകർന്നു നൽകാൻ വേണ്ടിയാണ്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്, സമൂഹത്തിന് ചെയ്തത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് വേണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നല്ല നല്ല കാര്യങ്ങൾ നല്ലത് സ്വീകരിച്ചുകൊണ്ട് ചീത്തത് മാറ്റിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ. എനിക്കൊന്ന് എന്തൊക്കെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വെൽഡിംഗ് പണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ തന്നെ അടുത്തുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സുനിൽ ദാസ്. സുനിൽദാസിനെ സംബന്ധിച്ച് അദ്ദേഹം ഓടക്കുഴൽ വായനലിസ്റ്റ് അല്ലെങ്കിൽ ഓടക്കുഴൽ വായിക്കുന്ന ആൾ മാത്രമല്ല, കുട്ടികളെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനു മുൻപ് ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തത്. ആ ടെക്നിക്കൽ നോളജ് കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിൻ്റെ ടെക്നിക്കൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ നല്ല ആംബിയറുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് വഴക്ക് പറയുന്നുള്ളൂ, ചിലപ്പോൾ ചെവിക്ക് പിടിക്കുന്നു. ഇപ്പം ചെവിക്ക് പിടിക്കാനുള്ള നമുക്കൊന്നും അധികാരമൊന്നും കുട്ടികളെ തൊടാനുള്ള അധികാരം നമുക്കില്ല. അപ്പോൾ ചെവിക്ക് പിടിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ അടിയൊക്കെ കൊണ്ട് വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ പേടിച്ചു പോകും. ആ കുട്ടി അടിച്ചെന്ന് വരും. ആ രീതിയിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തി. ഈ കോളേജിൽ തന്നെ മെയിൻ്റെനൻസ് വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെയിൻ്റെനൻസ് വർക്കിൻ്റെ ഒരു സെല്ല് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വന്ന സുനിൽദാസിൻ്റെ പേരായിരുന്നു. കാരണം ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട UPS ആയിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് അത് മെയിൻ്റെനൻസ് നടത്തി ഇന്ന ഇൻ്റർവെല്ലിൽ ഇന്ന സമയം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് ഒരു വർഷത്തേക്കുള്ള മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഡിയാക്കി എടുത്തത്. അതാണ് ഞാൻ പ്രപ്പോസലായിട്ട് കൊടുക്കുന്നത്. ഇതാണ്, അതായത് മറ്റുള്ളവർക്ക് അനുകരണമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് സുനിൽദാസിനുള്ളത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുട്ടിക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ അത് മറക്കാനായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞ് രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഇതിനെ നല്ല രീതിയിൽ നോക്കണം. കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ നോക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വേറൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാത്തതെന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്ന് പറയുന്നത് ആ ഉന്നതി, മനസ്സിൻ്റെ ആ കുളിർമയെ മനസ്സിൻ്റെ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡയറക്ഷൻ നൽകുന്ന രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ കാണിക്കുന്നത്. അത്രയ്ക്ക് ഔന്നത്യമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള ഒരാൾ സർവീസിൽ നിന്ന് പോവുക, മറ്റുള്ളവർക്ക് അനുകരണീയമായിട്ടുള്ള ഒരാൾ സർവീസിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എനിക്ക് തോന്നുന്നു വൈഫ് എംപ്ലോയിഡാണ്, നല്ലൊരു കുടുംബമാണ്. ഇനി ഫ്ലൂട്ട് ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ഹർലാലുമൊക്കെ നമ്മുടെ ആർട്സ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ത്യാഗങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനൊരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ധാരാളം ഇവരിൽ നിന്നൊക്കെ എനിക്ക് ധാരാളം ഹെൽപ്പ് കിട്ടിയിട്ടുള്ളതാണ്. പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മളത് മറക്കാൻ പറ്റില്ല, സ്മരിക്കാൻ പറ്റില്ല. അത് ആ രീതിയിൽ വേണം നമ്മൾ. അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലൊരു ഐശ്വര്യം നേർന്നു. നമ്മുടെ സ്വഭാവൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാതൃത്വത്തെ കൂടുതൽ ഉണരുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അതിനെക്കുറിച്ച്. ഈ കോവിഡ് ബാധിച്ച് അമ്മ കിടക്കുമ്പോഴും ICUയിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ ആ ഐസൊലേഷൻ വാർഡിൽ പോയി കിടക്കുക, അദ്ദേഹമാണ് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനും പിടിച്ചു. അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ചില മാതൃസ്നേഹം ഈ പറഞ്ഞ ഹർലാലും ഇദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞ് എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രത്യേകത വെച്ചാൽ നമുക്കൊക്കെ മാർഗദർശിയായിട്ടുള്ള ആ ഒരു രൂപവും സ്വഭാവവും ഒക്കെയാണ് ഇവർക്കുള്ളത്. നമുക്കത് വിട്ടുകളയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം സർവീസ് കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ ലാബിൻ്റെ ഒരു മെയിൻ്റെനൻസിൻ്റെ ഒരു ആളാണ് അദ്ദേഹം. ഹീറ്റ് എഞ്ചിൻ ലാബ് എല്ലാ മെഷീനും കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വർക്ക് നടത്തി അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു ബസ് വാങ്ങിക്കും, MLA ലാഡിൽ ഒരു ബസ് വാങ്ങിച്ച് ആ ബസ്സിൻ്റെ ഓപ്പറേഷൻ എല്ലാം തന്നെ കൃത്യമായിട്ട് നടത്താൻ ഫസ്റ്റ് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഓടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതാത് സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അതുപോലെ ബസ്സിന് വേണ്ടിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മാത്രവുമല്ല കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതിനും സ്വന്തമായിട്ട് നന്നായിട്ട് തബലയൊക്കെ വായിക്കുന്നതും നല്ല ഗാനത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ പാരഡി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. ആ രീതിയിലുള്ള നിങ്ങളാരും മോശമൊന്നുമല്ല പറഞ്ഞത്.
സാലസ് നോക്കുന്നുണ്ട്. നമ്മുടെ സാലസ് ഇപ്പം പാടിയ പാട്ടൊക്കെ നല്ലതായിരുന്നു. വിദ്യാർത്ഥി സേവനത്തിനും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഇടയിലും ഒക്കെ അവർക്കെല്ലാം കുളിർമ നൽകും, മനസ്സിന് കുളിർമ നൽകുന്ന സ്വഭാവ സവിശേഷത കൂടിയുള്ള ആൾക്കാരാണ് ഇവരെല്ലാം നമ്മുടെ ഈ ചേർത്തല പോളിടെക്നിക്കിന് നഷ്ടമാകുമെന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അടിക്കല്ല് തോണ്ടിയെടുക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാർഗദർശി, അതായത് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർക്കുമൊക്കെ മാർഗദർശനം നൽകുന്ന സ്വഭാവ സവിശേഷതകൾ കൂടിയ ആൾക്കാരാണ് ഇവരെയൊക്കെ നമുക്ക് കണ്ട് നമ്മൾ പഠിക്കണം. സുബാബു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ രീതിയിൽ ഈ കോളേജിന് 2-3 ഘട്ടമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ റിട്ടയർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിന്ന് അവസാനം കേസൊക്കെ കൊടുത്ത്, എനിക്ക് അതൊക്കെ ഇവിടെ തന്നെയുള്ള വ്യക്തികൾക്കൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ ഒരു വ്യക്തി ഇവിടെ ഇന്നും ഇരിപ്പുണ്ട്. അപ്പം കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരാഗ്രഹമുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പഠിപ്പിക്കണമെന്നും വീട്ടിൽ നിന്ന് പോയി വരണമെന്നും വീട്ടിലെ കുടുംബസ്ഥിതി നോക്കണമെന്നും ഒക്കെയുള്ള ആരെയും നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെയാണ്. അതിൻ്റെ ഒരു നമ്മൾ പറയില്ല, മനസ്സിൻ്റെ ഘടന അത് തന്നെയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നിറം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ വ്യക്തിത്വത്തെ ആദരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ചേർത്തല പോളിടെക്നിക്കിലെ ഒരു ഗുണമെന്ന് പറയുന്നത് നല്ല ആരൂഢമുള്ള ചേർത്തല പോളിടെക്നിക്കായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ കോട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതിയാവും. എന്തായാലും സുബാബിൻ്റെ മോള് ജോലിയൊക്കെ കിട്ടി, അതുകൊണ്ട് ഇച്ചിരി സന്തോഷത്തിലാണ്. നല്ലൊരു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെയാണ് ഇല്ലേ, IB ഫീൽഡ്, കസ്റ്റംസിലാണ്. അപ്പം അദ്ദേഹം മോൻ വന്നിട്ട് പോയെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും കുടുംബ പശ്ചാത്തലം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീ സുബാബുവിൻ്റെ ജീവിതവും ഇവിടുത്തെ ഈ പ്രവർത്തന ശൈലി. ഈ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ആൾക്കാർ 5-6 ദിവസം കാണുമല്ലോ. അപ്പോൾ അന്ന് കുറേ ഒരു ചക്കയെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. കാരണം അത്രയ്ക്ക് വ്യക്തിബന്ധം, ഈ പറഞ്ഞ പോലെ കുടുംബബന്ധമുള്ള ഒരു വ്യക്തികളാണ്. ഞാനത് ആദ്യം പറഞ്ഞു. എല്ലാവരും വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നതും കുടുംബപരമായിട്ട് അറിയാവുന്നവരാണ്. ഞങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ളത് ഒരു വ്യക്തി അടിവരവിട്ട് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ശോഭന 2ാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാനുള്ളപ്പോൾ അല്ലേ. ഞാൻ ഹെഡായിട്ടിരുന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് പ്രിൻസിപ്പളുടെ ചാർജൊക്കെ ഉള്ളപ്പോൾ. അതിനുശേഷം കഴിഞ്ഞ വർഷം ശോഭന നേരത്തെ പറഞ്ഞു, ഇവിടെ ആങ്കർ പറഞ്ഞു സൗമ്യഭാവന അല്ലേ, ആ രീതിയിൽ സൗമ്യഭാവത്തോടെ നിന്ന് കൃത്യമായിട്ട് സൈലൻ്റായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അതിനൊരു DT എന്നൊരു പ്രത്യേക ഒരു അഭിനന്ദനം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ മെയിൽ റിട്ടയർ ആയതിനു ശേഷം എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് തന്നായിരുന്നു. വേറൊന്നുമല്ല, കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കിലും ട്രേഡ് ഇൻസ്പെക്ടർ, ഡെമോൺസ്ട്രേറ്റർ എന്നിവരുടെ തസ്തികകൾ നിർണ്ണയിച്ച് ഏതൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ മാറ്റണം, എത്രയൊക്കെ ആഡ് ചെയ്യണം, അതിൻ്റെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കണം. ഈ പ്രപ്പോസൽ ഞാൻ എഴുതി ഓരോന്ന് ഈ 6 മാസത്തോളം എടുത്തത്, 6-7 മാസം കൊടുത്ത് ഞാൻ ഓഫീസിൽ ഈ പറഞ്ഞ പോലെ ശോഭനയ്ക്കാണ് കൊടുത്ത്. ശോഭന കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന് മൊത്തം ഒരു 10-25 പേജ് ഉണ്ടാവും ഒരെണ്ണം തന്നെ. അത് 3 സെപ്പറേറ്റ് പ്രപ്പോസലാണ് ആക്കിയത്. അത് കൃത്യമായിട്ട് ചെയ്ത് അവർ DT അന്താളിച്ച് ഇതെന്താ ഇത് ഇത്രമാത്രം ക്ലിയർ ആണല്ലോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏത് പോസ്റ്റ് ഉണ്ട്, ഏത് സ്പെസിഫിക് പോസ്റ്റ് ഉണ്ട്, ഇപ്പോൾ സ്മിത്തി എത്രയുണ്ട്, ടേണിങ് എത്ര ഉണ്ട്, ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് എത്ര വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര ഡെമോൺസ്ട്രേറ്റർ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഇറക്കി അത് കൃത്യമായിട്ടുള്ള വിഭാവന ചെയ്ത് ഓളം വരച്ച് കൊടുത്തപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് എനിക്ക് അതൊരു പ്രോജക്റ്റ് ഒരു നല്ലൊരു കയറ് കൊടുക്കേണ്ടത്. കാരണം DT അതിന് പ്രത്യേകം പറഞ്ഞു, ഇത് ആരെ ഇത്രയും നിങ്ങൾ DTയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത്രയും ഉണ്ടാക്കിയെന്ന് ചോദിച്ചു, ഇത് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അത് ഇപ്പോഴും പണിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ, അതായത് പുറത്തു പോയിട്ടില്ല ഇവിടുന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അത് പുറത്തു വിടല്ല, DTക്ക് കൊടുക്കുന്ന സമയം അതിന് ശേഷം അവിടുത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷമേ പുറത്തു വിടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് ഞാൻ അവിടെ നിന്ന് കൊടുക്കുക, ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കറക്റ്റ് ചെയ്യും, പിന്നെയും കറക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനത് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ പ്രതിഫലമൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ശോഭനയ്ക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ആ ഒരു DTയിൽ നിന്ന് പ്രത്യേക ഒരു
ശരിക്കും പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഐഡിയ, ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന കൾച്ചറുള്ള, വർക്കിലോട് കൃത്യമായിട്ട് അറിഞ്ഞ് അതനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡിയാണ്. അവരുടെ കുടുംബത്തിലാണേലും ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. ഞാൻ പോയിട്ടുണ്ട്, വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചിത്രങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൊറിയോഗ്രാഫിക് കാണുന്നത് നല്ല രീതിയിലുള്ള, കണ്ടാൽ തന്നെ നമുക്ക് അന്തം വിട്ടു ആ രീതിയിലുള്ള ചില ചിത്രരചനകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടത്. പിന്നെ കുട്ടികളും ഏതാണ്ട് ഒരു കുട്ടി ഏതാണ്ട് അതിൻ്റെ പുറകിൽ തന്നെ പോകുന്നുണ്ടെന്നാണ്. മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് ആണ് പഠിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശോഭനയ്ക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് എൻ്റെ ഈ വർക്ക് റിട്ടയർ ആയതിനു ശേഷം എന്നെ സഹായിച്ച ശോഭനയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പറയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാബു പായിപ്ര, അദ്ദേഹം കുറച്ച് നാളെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ ടീമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ബാബു അഭിപ്രായം എന്നോട് വിശദമായിട്ട് ഞാൻ കുറച്ച് നാളെ അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായിട്ടുള്ളൂ. എനിക്കൊന്ന് 6-7 മാസം കണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ള കാലത്ത് കൃത്യമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മിഷനിസ്റ്റ് എന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണേലും ഒക്കെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ സഹിതം, അതായത് വിഷ്വൽസ് സഹിതം ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബാബു പായ്പ്രയ്ക്ക് അറിയാം അത് കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം. കാരണം പുള്ളി കൃത്യമായിട്ട് 8:30 ഇവിടെ എത്തും, ഞാൻ അതിന് മുമ്പൊക്കെ ഏകദേശം ആ സമയത്തൊക്കെ ഇവിടെ എത്തും. അപ്പോൾ അങ്ങനെ നടക്കുന്ന ചില സംഭവങ്ങൾ, നമ്മുടെ കുട്ടികളിലുള്ള അപക്ഷയങ്ങളെന്നാണ് ഞാൻ ഒരു വരയിട്ട് പറയുന്നത്, അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മളെയൊക്കെ മെഷർ ചെയ്യും. അതൊക്കെ ഈ പറഞ്ഞ പോലെ ലേഖയാണേലും അതിന് കൂടുതൽ മുന്നിട്ട് ഇറങ്ങി നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം കുട്ടികളെന്ന രീതിയിൽ തന്നെയാണത് കാണുന്നത്. എന്തായാലും ബാബുപ്രായയുടെ കുടുംബങ്ങളെല്ലാവരും കുടുംബം എത്തിയിട്ടുണ്ട്. എപ്പോഴും ആ വൈഫിനെ കുറിച്ചൊക്കെ എപ്പോഴും ആ വൈഫിനെ ഇന്ന് കാണാൻ സാധിച്ചു. എപ്പോഴും ഇവിടെ പറയാറുണ്ടായിരുന്നു മകളെയും കാണാൻ സാധിച്ചു, അടുത്ത് തന്നെ മകനാ അല്ലേ, മകനെയും കാണാൻ സാധിച്ചു. എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുവാണ്. ഏഞ്ചൽ പി ഗോൺസാൽവസ് ആള് ശുദ്ധയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്ക് കൊടുത്ത് അല്ലെങ്കിൽ എൻ്റെ വഴക്ക് കണ്ട ഒരു വ്യക്തിയാണ് ഏഞ്ചൽ ബി ഗോൺസാൽവസ്. കാരണം ഓരോ കാര്യം അറിയില്ല, ചെയ്യിക്കണം, ഓരോന്നോരോ ചെയ്യിക്കണം, ചെയ്താൽ ചെയ്യും, പിന്നെ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ കുട്ടികളുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഞ്ചൽ ബി ഗോൺസാൽവസ്. സ്വന്തം കുട്ടികളെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളത് സത്യമാണ്. അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു തോന്നുന്നു, ഇതുപോലെ സ്വന്തം കുട്ടികളായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് തുറന്നു പറയുന്നത്. പക്ഷേ ഈ തുറന്നു പറച്ചുകൾ പലപ്പോഴും കുട്ടികളുടെ വിരോധത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് കംപ്ലൈൻറ്റ് വരെ വന്നിട്ടുണ്ട്. ഞാൻ പക്ഷെ അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഏഞ്ചൽ ചെയ്യുന്നത് ശരിയാകുന്നതുകൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റ് പറയേണ്ട ആവശ്യമില്ല. ഏഞ്ചലോട് പറഞ്ഞാൽ സൗമ്യമായിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം കുട്ടികളെ പിടിക്കാൻ പാടില്ല, നമ്മുടെ ID കാർഡൊന്നും പിടിച്ചു പറിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ ഡയറക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പെരുമാറണമെന്ന് ഞാൻ സമയഭാഗത്ത് പറഞ്ഞു. പക്ഷേ ചില സർവീസ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം TA എഴുതുമ്പോഴും കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്തും അവർക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണം, എസ്കോർട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതിനെ രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം പറയേണ്ടി വരും. അത് തന്നെ പിന്നെ അടുത്ത പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഞ്ചൽ. പക്ഷെ എനിക്കറിയാം ഏഞ്ചൽ പാവമാണ്, നമ്മൾ പറയുന്നത് ചെയ്യത്തുള്ളൂ, നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറം പോകില്ല. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. പലപ്പോഴും പല കാര്യത്തെക്കുറിച്ച് അറിയില്ലായ്മയാണ്. പക്ഷെ അതുകൊണ്ട് മറ്റ് സ്റ്റാഫംഗങ്ങൾ അവരെ വഴിതെറ്റിച്ചിട്ടുമുണ്ട്, തമാശയ്ക്കാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവരുടെ സർവീസും അതും ഒരു അംഗമാണ്, നമ്മുടെ ഒരു സ്റ്റാഫ് അംഗമാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് ചെലവഴിക്കാൻ. അതുപോലെ തന്നെ ശ്രീ ആന്റണിയും ആ മുഖ്യധാരയിൽ പിന്നെ എത്തിച്ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ സർവൈശ്വര്യവും നേർന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം തല നോർമലല്ല, ഉറക്കമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷിലൊക്കെ വിട്ട് മറന്നുപോയത് കേട്ടോ. അത് അത്ര ഓർമ്മ ശരിയാകുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും എന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് വിളിച്ച് ഞാൻ വരുമല്ലോ എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചതാണ് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി. കൂടാതെ ദീപ എന്നെ വിളിച്ചായിരുന്നു. പിന്നെ ഹരിലാൽ ലേഖയൊക്കെ വരുമോ എന്നൊക്കെ എപ്പോഴും ചോദിച്ച്. ഒരു സോറിയും കൂടെ ഞാൻ നിങ്ങളോട് പറയാം, 29 തീയതി മനഃപൂർവ്വം വരാത്തതല്ല.
എൻ്റെ ചേട്ടൻ്റെ മോടെ കല്യാണമായതുകൊണ്ട് അവിടെ പോയി എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ധാരാളം പേര് എന്നെ വിളിച്ചു, എന്താ വരാത്തത്, ചേർത്തല പോളിടെക്നിക്ക് എന്താ വരാത്തതെന്ന് പിന്നെ പഴയ ആൾക്കാർ പലരും വിളിച്ചു ചോദിച്ചു. മനഃപൂർവ്വമല്ലായിരുന്നു, സദയം ക്ഷമിക്കണമെന്ന് ഈ പറഞ്ഞ റിട്ടയർ ആകുന്ന വ്യക്തികളോട് പറഞ്ഞുകൊണ്ട് അവർക്ക് ഏവർക്കും നന്മ വന്നു. കാരണം നിങ്ങൾക്ക് എത്രമാത്രം ആശംസ പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകിച്ച് ഹർലാലിനൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടെന്നറിയാം, രാത്രിയും പകലൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടെന്നറിയാം. മറ്റവരും അത്ര മോശമൊന്നുമല്ല പറഞ്ഞു. ബൈജുവും ലേഖയും ഈ പറഞ്ഞ പോലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്, രാത്രിയിലും പകലും ഒക്കെ പണിയെടുത്തവരാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഹർലാലാണ് നേതൃത്വത്തിലാണ് ഞാനത് സക്സസ്. ഹർലാലിൻ്റെ കൂടെ തന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീം വർക്ക്, ആ ടീം വർക്ക് ഇപ്പോഴും ഇനിയും കൊണ്ടുപോകണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഹർലാലിന് പകരം വേറെ ഹർലാലിനെ നിങ്ങൾ കണ്ടെത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് പോകേണ്ടതാണ്, അല്ലെങ്കിൽ സുബാബുവിന് അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തി അതിനുള്ള നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച എൻ്റെ പഴയ സഹപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്റ്റാഫ് ക്ലബ് സെക്രട്ടറിക്ക് ഉൾപ്പെടെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.